അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ തുടരുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ്. ഒന്ന് എന്താ പറയുക, അർജുനൻ്റെ ബാണയേറ്റിട്ട് ഭീഷ്മർ ശരശയ്യയിൽ കിടന്ന നരക്താരി എന്നുള്ള സ്ഥലവും, അതുപോലെ തന്നെ ദ്വാപരയുഗത്തിൽ സരസ്വതി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്തിരുന്ന കുറേ അമ്പലങ്ങളും കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ യാത്രയിലുടനീളം നല്ല നല്ല കാഴ്ചകളാണ്, അപ്പോൾ അതെല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ബ്രഹ്മസരോവരത്തിൽ നിന്ന് പെഹോവ എന്നുള്ള സ്ഥലത്തേക്കാണ്. ഋതുതക എന്നാണ് പുരാണങ്ങളിൽ ഇതിൻ്റെ പേരിട്ടോ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ കൃഷ്ണനോടൊപ്പം ഇവിടെ വന്നിട്ട് മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ബലിതർപ്പണം ചെയ്ത സ്ഥലമാണ് ഈ പെഹോവ. പണ്ട് ഇത് സരസ്വതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോൾ പെഹോവയിലേക്ക് പോണ വഴിയിലൊക്കെ കൃഷി സ്ഥലങ്ങളാണ് കേട്ടോ, രണ്ട് സൈഡും. ഇപ്പോൾ ഒരു ഞാറ് നട്ടൊരു പാടത്തേക്ക് ഞാനിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. അവിടെ ആ മനോഹരമായ പാടം കണ്ടിട്ട് അങ്ങനെ ഇറങ്ങി അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ ആ പെഹോവയിലേക്കുള്ള എൻട്രി ഗേറ്റിലേക്ക് എത്തി. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് ഇറങ്ങിയത് കേട്ടോ. പെഹോവയിലേക്കുള്ള യാത്രയിൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, സന്ധ്യയ്ക്ക് മുന്നേ തിരിച്ചെത്തണം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോണത് ഒരു പ്രാചീനമായ, അതായത് വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രം കാണാനാണ്. അപ്പോൾ കുറേ ബുദ്ധിമുട്ടി ആ സ്ഥലം കണ്ടുപിടിക്കാൻ. ഇപ്പോൾ നിറച്ച് വീടുകൾ, രണ്ട് സൈഡും വീടുകളും ഒക്കെയുള്ള ചെറിയൊരു ഇടുങ്ങിയ വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക്കും കിട്ടി വഴിയിൽ. അങ്ങനെ നമ്മൾ ശിവക്ഷേത്രത്തിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന ആ പ്രാചീൻ മഹാദേവ് മന്ദിർ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഞങ്ങൾ വരുമ്പോൾ ഒരു വയസ്സായ സ്ത്രീ അല്ലാണ്ട് വേറെ ആരും ഇവിടെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് ചെന്നു. ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ കേട്ടോ ഇവിടുത്തെ. ഈ അമ്പലം എന്ന് പറയുന്നത് വളരെ പുരാതനമായ അമ്പലമാണ്. ഇത് പുരാണങ്ങളിൽ പറയുന്നത് ഈ അമ്പലം സരസ്വതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. ഇപ്പൊ സരസ്വതി നദി മണ്ണിന്റെ അടിയിൽ കൂടെയാണല്ലോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിറച്ച് മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ കാണാം. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് ഒന്നും ക്ലിയർ അല്ല. പിന്നെ ഈ അമ്പലം പറയുന്നത് പാണ്ഡവകാലത്ത് ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം നിറയെ കൊത്തുപണികളോട് കൂടി ചെയ്ത ഒരു മരവാതിൽ ആണ് ഈ അമ്പലത്തിനുള്ളത്. പിന്നെ നമ്മൾ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഇതാണ് പുറമേ നിന്നുള്ള അമ്പലത്തിൻ്റെ ദൃശ്യം. ചെറിയ ഇഷ്ടികളെ കൊണ്ട് വളരെ മനോഹരമായി തീർത്ത ഒരമ്പലമാണ്. അങ്ങനെ ഞങ്ങളെ കൂടാണ്ട് വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ വിജയനാണ്. ആരും ഇല്ല, നല്ല ശാന്തമായ അന്തരീക്ഷവും പിന്നെ ക്ലൈമറ്റും വളരെ അനുകൂലമാണ്. അങ്ങനെ ഞങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ട് ആ ശാന്തതയൊക്കെ അനുഭവിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്തത് നമുക്ക് കാണാനുള്ളത് പശുപതിനാഥ് ക്ഷേത്രത്തിലേക്കാണ് അടുത്ത യാത്ര. അപ്പം നമ്മൾ ഇപ്പം എത്തിയിരിക്കുന്നത് പെഹോവയിലെ തന്നെ പശുപതിനാഥ് ക്ഷേത്രം കാണാനാണ്. ഇപ്പം നേപ്പാളിലെ പശുപതിനാഥ് ക്ഷേത്രത്തിൻ്റെ അതേ മോഡലിലാണ് ഇവിടെ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മറാഠ സാമ്രാജ്യം ഉത്തരേന്ത്യ ഭരിക്കുമ്പോൾ പണി തീർത്തതാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ അമ്പലം അടഞ്ഞു കിടക്കുമായിരുന്നു. അപ്പം ഞങ്ങളെ കൂടാതെ വേറെ ആരും അമ്പലത്തിലില്ല. വളരെ വിജനമായി, അതായത് നല്ല ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. അപ്പം ഇതാണ് ഇവിടുത്തെ ശിവലിംഗ പ്രതിഷ്ഠ. ഈ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 4 മുഖങ്ങളോട് കൂടിയ ചതുർമുഖ ശിവലിംഗ പ്രതിഷ്ഠയാണ് ഇവിടെ. പിന്നെ ഈ സ്വർണത്തിന്റെ ശുദ്ധി പരിശോധിക്കുന്ന ഒരു പ്രത്യേകതരം കല്ല് ഉപയോഗിച്ചിട്ടാണ് അത്ര ഈ ശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മുഖങ്ങളുള്ള ശിവലിംഗം അപൂർവമായിട്ടാണ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പം ഞാനും പശുപതിനാഥ ക്ഷേത്രത്തിലൊന്നും നമ്മൾ പോവാത്ത കാരണം ഇവിടെ അതിനുള്ളൊരു ഭാഗ്യം കിട്ടി കാണാൻ.
നമ്മൾ എന്താ പറയുക, ഉള്ളിലുള്ള തൊഴിലൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ ഒരു പ്രധാന ഗോപുരം കാണാം. നമുക്ക് ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ് ഈ കാണുന്നത്. നിറയെ കൊത്തുപണികളും ഒക്കെ ആയിട്ട് മനോഹരമായി നല്ല ഉയരത്തിലൊരു ഗോപുരം കാണാം. പിന്നെ ഇവിടെ ഈ എന്താ പറയുക, പെഹോവയിലും പരിസരത്തൊക്കെ ആയിട്ട് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പല സാധനങ്ങളും കുഴിച്ചെടുത്തിട്ടുണ്ട്, ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രാവശിഷ്ടങ്ങളൊക്കെ അതൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുക, പ്രധാന പ്രതിഷ്ഠയെ കൂടാതെ സരസ്വതി ദേവിയുടെയും ശിവകുടുംബവും ഗണപതി, സൂര്യനാരായണൻ, പിന്നെ ഹനുമാന്റെ ഒരു പ്രതിഷ്ഠ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. തീറ്റയും വെള്ളവും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് പക്ഷികൾക്കും അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഇവിടെ ധാന്യങ്ങൾ ഇട്ട് കൊടുക്കുക, അതുമാതിരി വെള്ളം വെച്ച് കൊടുക്കുക, അതൊക്കെ ഇവിടുത്തെ ഒരു പതിവാണ്. അപ്പൊ അങ്ങനെ പശുപതിനാഥ ക്ഷേത്രം കണ്ടു കഴിഞ്ഞ് അടുത്ത നമുക്ക് കാണാനുള്ളത് സരസ്വതി തീർത്ഥത്തിലേക്കുള്ള വഴിയാണത്. ഈ കമാനത്തിൽ സരസ്വതി തീർത്ഥത്തിലേക്കുള്ള ഇതാണ് പേര് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് സരസ്വതി ക്ഷേത്രം. ഇതിപ്പോൾ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ്. അധികം പഴക്കമുള്ള ഒരു അമ്പലമല്ല അത്. ഇവിടെ നോക്കുക, ഈ അമ്പലത്തിന്റെ അടുത്ത് തന്നെ നമുക്കൊരു കുളം കാണാം. ഇതാണ് സരസ്വതി തീർത്ഥം. ഇതിലൂടെയാണ് സരസ്വതി നദി ദ്വാപരയുഗത്തിൽ ഒഴുകിയിരുന്നെന്നാണ് പറയണത്. ഇവിടെ ഈ സരസ്വതി നദിയിലാണ് കൃഷ്ണനും പാണ്ഡവരൊക്കെ വന്ന് ആ മരിച്ചവർക്ക് വേണ്ടി, യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ബലിതർപ്പണവും ഒക്കെ നടത്തിയത് അത്ര. അപ്പോൾ എന്താ പറയുക, അതുപോലെ തന്നെ ഈ പരിസരത്തൊക്കെ നിറയെ പൂജാരിമാര്, ഈ മരണാനന്തര ക്രിയകൾ ചെയ്യുന്ന പൂജാരിമാര് താമസിക്കുന്നുമുണ്ട്. ഇത് പൊതുവെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. അധികം തിരക്കൊന്നും ഇല്ലാതെ നല്ല മരങ്ങളും പിന്നെ ആ സരോവര കാഴ്ചകളും കണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ നടന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ സരസ്വതി നദീനെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം, അതായത് ഒരു പ്രോജക്റ്റും ഹരിയാന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും നദിയുടെ ഭാഗങ്ങൾ കണ്ടെത്തി ഇന്ന് കുളങ്ങളായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കുറേ നേരമായി നടപ്പ് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഭീഷ്മര് ശരശയ്യയിൽ കിടന്ന നരക്താരി എന്നുള്ള സ്ഥലം കാണാനാണ്. അപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടാ പറയില്ല നമ്മൾ സന്ധ്യയായി എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുറന്ന ഒരു പ്രദേശമാവുക കാരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല സമയം പോണത്. അപ്പോൾ വീണ്ടും കൃഷിഭൂമികൾ കൂടെയുള്ള ആ യാത്ര തന്നെ, 2 സൈഡിലും ഊട്ടിയിട്ട പാടങ്ങളും ഞാറുനടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സജീവമായിരിക്കുന്ന ആ കൃഷിഭൂമി കൂടിയാണ് നമ്മുടെ ആ യാത്ര. അങ്ങനെ നമ്മൾ ആ ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 10ാം ദിവസം അർജുന്റെ ബാണം ഏറ്റിട്ട് ഭീഷ്മര് ശരശയ്യയിൽ കടന്നത്. ഇവിടെ നിറച്ച അമ്പലങ്ങൾ തന്നെയാണ്. ഇവിടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഭീഷ്മരുടെ അമ്പലം, അതുമാതിരി രാധാകൃഷ്ണ ടെമ്പിള്, ഹനുമാന്റെ അമ്പലം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ പേരും എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഭീഷ്മ പിതാമഹ ടെമ്പിൾ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്.
അപ്പോൾ അവിടെ തന്നെ ഈ ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്നതും പഞ്ചപാണ്ഡവർ അടുത്ത് നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ശില്പം മാർബിളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഇത് നടക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മളെ നിർബന്ധിച്ച് ഒരു പൈസ ഇടാനൊക്കെ പറയുന്നുണ്ട്. നമ്മളൊക്കെ തന്ത്രപൂർവ്വം ഒന്ന് ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ ഇവിടെയൊക്കെ പൈസ പോകുന്ന ഇതാണ്. ഓരോ അമ്പലങ്ങളും അവിടെ പൂജാരികൾ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓരോന്നിൽ ഓരോ റെസീറ്റൊക്കെ എഴുതി നമുക്ക് തരും. അതിൻ്റെ സംഭാവന, ഇത് സംഭാവന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. അങ്ങനെ ഭീഷ്മകുണ്ടിൻ്റെ അവിടേക്ക് വരികയാണ് നമ്മൾ തൊഴുതിട്ട്. ഇപ്പം നമ്മൾ ഈ കാണുന്നതാണ് ഭീഷ്മകുണ്ട്. ഇതിന് ബാൺഗംഗ എന്നും പേരുണ്ട്. ഈ പേര് വരാൻ കാരണം ഭീഷ്മര് ശരശയ്യയിൽ കിടന്നപ്പോൾ ദാഹം സഹിക്കുക വയ്യാണ്ട് അർജുനൻ ഒരു ബാണ എയ്തിട്ട് ഭൂമിയിലേക്ക് എയ്ത് അവിടുന്ന് ഒരു ജലധാര സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അത് ഈ സ്ഥലത്തായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ബാൺഗംഗ അല്ലെങ്കിൽ ഭീഷ്മകുണ്ട് എന്നുള്ള പേരൂടെ വരാൻ കാരണം. ആ ജലാശയമാണ് നമ്മൾ കാണുന്നത്. ഇതിന് ചുറ്റുമായിട്ട് ഇഷ്ടികകൾ കൊണ്ട് കല്ലൊക്കെ പാകി നല്ല ഭംഗിയാക്കി ചുറ്റും എന്താ പറയുക ഇതൊക്കെ കെട്ടിയിട്ടുണ്ട്. പടവുകളും ഒക്കെ കെട്ടിയിട്ടുണ്ട്. അടുത്ത് തന്നെയായിട്ട് ഭീഷ്മര് ശരശയ്യയിൽ കിടക്കുന്നതും അർജുനൻ ബാണ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ശില്പം നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ സരോവര കാഴ്ചയൊക്കെ കണ്ട് വരുമ്പോൾ ഇവിടെ വലിയൊരു നല്ല ഉയരത്തിലൊരു ഹനുമാൻ പ്രതിഷ്ഠ, ഹനുമാന്റെ രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്പലങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ശ്രീകൃഷ്ണന്റെ വിരാട് രൂപ പ്രതിഷ്ഠയുണ്ട്. അത് കാണാനാണ് പോകുന്നത്. ഇത് നാഗസന്യാസിമാരാണ് ഈ ക്ഷേത്രം നടത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ബ്രഹ്മസരോവരത്തിൽ കണ്ട ആ ശ്രീ ഖാട്ടുശ്യാംജി മന്ദിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഖാട്ടുശ്യാമിന്റെ ഒരു പ്രതിഷ്ഠ നമുക്കിവിടെ ദർശിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. സൂര്യൻ അസ്തമിക്കാറായി. ഞങ്ങൾക്ക് ബ്രഹ്മസരോവരത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പം ഇനി അടുത്ത നല്ല നല്ല വീഡിയോകളായിട്ട് അടുത്ത് തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.